അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ BA അറബിക് ബ്ലോക്ക് 2 അതിലെ യൂണിറ്റ് 4 ഇൻഷാ അല്ലാഹ് നമ്മൾ പുതുതായി പഠിക്കുന്നത്. ഖസീദത്തു അദ്ദംഅത്തുൽ ഖർസ ഇല്യ അബു മാദി. ഇല്യ അബു മാദി എന്ന മഹ്ജർ കവിയുടെ പ്രസിദ്ധമായൊരു കവിതയാണ് അദ്ദംഅത്തുൽ ഖർസ എന്ന കവിത. ഈ കവിതയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് ഇല്യ അബു മാദിയുടെ ഒരു ചെറിയ ജീവചരിത്രം കൊടുക്കുന്നുണ്ട്. ഇല്യ അബു മാദി ഹുവ ഷാഇറുൻ ലുബ്നാനിയുൻ മഷ്ഹൂറുൻ. പ്രസിദ്ധനായ ലുബ്നാൻ കവിയാണ് ഇല്യ അബു മാദി. വാഹിദും മിൻ മുഅസ്സിസി ജമാഅത്തി ദീവാൻ അശ്ശഇരിയ ഫി ന്യൂയോർക്ക്. ന്യൂയോർക്കിലെ ഒരു കവിതാ സംഘടന സ്ഥാപിച്ചിട്ടുള്ള പ്രഗത്ഭ വ്യക്തികളിലെ ഒരാളാണ് അദ്ദേഹവും. അതെവിടെ അൽ വിലായത്തുൽ മുത്തഹിദ അൽ അംരിക്കിയ, US-ലുള്ള അമേരിക്കയിലുള്ള ന്യൂയോർക്കിലെ. വുലിദ ഫി ആം 1889 ഫി ബോർസഈദ്. അദ്ദേഹം 1889 ബോർസഈദിലാണ് ജനിച്ചത്. വനശഅ ഫി ആയിലത്തിൻ ഫഖീറ. ഒരു ദരിദ്ര കുടുംബത്തിലാണ് അദ്ദേഹം വളർന്നത്. ബദഅ തഅലീമുഹുൽ ഇബ്തിദാഇ ഫി ഖറിയതിഹി. തൻ്റെ ഗ്രാമത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രൈമറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. സുമൻ തഖല ഇലാ മിസ്ർ ആം 1902 മിലാദിയ ബിസബബിൽ ഫഖ്രി. ദാരിദ്ര്യം കാരണം 1902 ഈജിപ്തിലേക്ക് അദ്ദേഹം താമസം മാറി, അവിടേക്ക് നീങ്ങി കുടുംബത്തോടൊപ്പം. ഫി മിസ്റിൽ വെച്ചിട്ട് ഇൽതഖ ബി ആൻ്റോണി അൽ ജമീലിനെ കുറിച്ച് അദ്ദേഹത്തെ പരിചയപ്പെടുന്നു. അല്ലദി അസ്സസ മഅ അമീൻ തഖിയുദ്ദീൻ. അൻറ്റോൺ അൽ ജമീലും അമീൻ തഖിയുദ്ദീനും ചേർന്നിട്ട് സ്ഥാപിച്ചിട്ടുള്ള മജല്ലയാണ് അസ്സുഹൂർ. അങ്ങനത്തെ അസ്സുഹൂർ മജല്ലയുടെ സ്ഥാപകരിൽ ഒരാളായ അൻറ്റോൺ അൽ ജമീലെ പരിചയപ്പെട്ടു. ഹൈസു നശറ അബു മാദി ഉലാ ഖസായിദിഹി. ഇല്യ അബു മാദി തൻ്റെ ആദ്യകാല കവിതകളിലൊക്കെ പ്രസിദ്ധീകരിച്ച മജല്ലയായിരുന്നു മജല്ലത്തു അസ്സുഹൂർ. وفي عام 1911 ميلادية أصدر أبو ماضي ديوانه الشعري الأول بعنوان تذكار الماضي. 1911 ഇല്യ അബു മാദി തൻ്റെ ഒന്നാമത്തെ കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചു, തിദ്കാറുൽ മാദി എന്ന പേരിൽ. പിന്നീട് തഹവ്വലത്ത് ഇഹ്തിമാമാതുഹു അശ്ശഇരിയ ഇല അശ്ശഇരി സിയാസിൽ വതനി. പിന്നീട് അദ്ദേഹത്തിൻ്റെ കവിതകൾ തന്നെയും ദേശീയ രാഷ്ട്രീയ കവിതകളിലേക്ക് തിരിയുന്ന ഒരു കാഴ്ചയാണ്, അതിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. മിമ്മ അദ്ദ ഇല മുതാറദത്തിഹി മിൻ ഖിബലി സുൽത്താത്തിൽ അറബിയ. ഇത് അദ്ദേഹത്തെ അറേബ്യൻ അധികാരവർഗ്ഗങ്ങളിൽ നിന്ന് ആട്ടിയോടിക്കാൻ അദ്ദേഹത്തിന് കാരണമാക്കിയൊരു സംഗതിയാണ്. അവിടുന്ന് അദ്ദേഹത്തിന് പോകേണ്ടി വരികയാണ്. ഹാദദ്ദഖ്തു സിയാസി. ഈ ഒരു രാഷ്ട്രീയ സമ്മർദ്ദം ദഫഅഹു ഇലൽ ഹിജ്റത്തി. അദ്ദേഹത്തെ ഹിജ്റയിലേക്ക് പ്രേരണ നൽകി, തള്ളിവിട്ടു. എവിടേക്ക്? ഇലൽ വിലായത്തുൽ മുത്തഹിദ അൽ അംരിക്കിയ ഫി ആം 1912 മിലാദിയ. 1912 അങ്ങനെ അദ്ദേഹം USA-ലേക്ക് എന്ത് ചെയ്യാണ്? പലായനം ചെയ്യുകയാണ്. ഇസ്തഖറ ഫി വിലായത്തി ഓഹിയോ സുമൻ തഖല ഇല ന്യൂയോർക്ക്. ആദ്യം ഓഹിയോ സ്റ്റേറ്റിലും പിന്നീട് ന്യൂയോർക്ക് സ്റ്റേറ്റിലേക്കും അദ്ദേഹം താമസം മാറുകയാണ്. ഹൈസു ഷാറക ഫി തഅസീസ് റാബിത്തത്തുൽ ഖലമിയ്യ മഅ ശുറാഇൽ മഹ്ജർ. അവിടെ വെച്ച് മഹ്ജർ കവികളായിട്ടുള്ള അവരുമായി ചേർന്നുകൊണ്ട് റാബിത്തത്തുൽ ഖലമിയ്യയുടെ സ്ഥാപനത്തിൽ അദ്ദേഹം പങ്കുചേരുന്നുണ്ട്. മിസ്ലു ജുബ്രാൻ, ഖലീൽ ജുബ്രാൻ, മിഖായിൽ നുഐമ. അവിടെ ഉണ്ടായിരുന്ന മഹ്ജർ കവികൾ എന്ന് പറഞ്ഞാൽ മിഖായിൽ നുഐമയെപ്പോലെയുള്ള, ജുബ്രാനെപ്പോലെയുള്ള ആളുകൾ, അവരൊക്കെ ചേർന്നുകൊണ്ട് ഈ റാബിത്തത്തുൽ ഖലമിയ്യ സ്ഥാപിക്കുകയാണ്. വഫി ആം 1920 മിലാദിയ അസ്സസ ഇല്യ അബു മാദി മജല്ലത്ത് അസ്സമീർ. 1929 ഇല്യ അബു മാദി അസ്സമീർ എന്ന തൻ്റെ മാഗസിന് സ്ഥാപിക്കുകയാണ്, അതിന് ആരംഭം കുറിക്കുകയാണ്. അല്ലത്തി അസ്ബഹത്തുൽ മസ്ദർ റഈസ് ലിൻതാജ് ദബാഇൽ മഹ്ജറിൽ അറബി. പിന്നീടത് അറേബ്യയിൽ മഹ്ജറിലുള്ള അറബി സാഹിത്യകാരന്മാരുടെ വർക്കുകൾ, അവരുടെ പ്രൊഡക്റ്റുകൾ പ്രസിദ്ധീകരിക്കുന്ന പ്രധാന സ്രോതസ്സായി മാറിയ അസ്സമീർ എന്ന ആ മജല്ല അദ്ദേഹം ഉണ്ടാക്കുകയാണ്, അത് തുടങ്ങുകയാണ്. കതബ ശിഅർ വൻ നസ്റ. അദ്ദേഹം ധാരാളം കവിതകളും കഥകളും നസ്റും ഗദ്യവും പദ്യരൂപത്തിലൊക്കെയുള്ള സാഹിത്യ സൃഷ്ടികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. വാസ്തറ ഇദ്ദത ദിവാവീൻ അദബിയ. ധാരാളം സാഹിത്യ ദീവാനുകൾ, സമാഹാരങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. മിൻഹ അതിൽപ്പെട്ടതാണ് അൽ ഖമാഇലു, അതേപോലെ വതിബുർ തുറാബ്, അതേപോലെ അൽ ജദാവിൽ തുടങ്ങിയവയൊക്കെയും. ദഅഫി അഅമാലിഹി. അദ്ദേഹത്തിൻ്റെ എല്ലാ വർക്കുകളിലും അദ്ദേഹം ക്ഷണിക്കുകയായിരുന്നു. ഇല തഫാഉലി വൽ ഇസ്തിംതാഇ ബിൽ ഹയാത്ത്. എവിടേക്കാണ് ക്ഷണിച്ചത്? വായനക്കാരനെ തഫാഉലിലേക്ക്, തഫാഉൽ പോസിറ്റീവ് മൈൻഡിലേക്ക്, അതേപോലെ വൽ ഇസ്തിംതാഇ ബിൽ ഹയാത്ത്,
ജീവിതം ആസ്വദിക്കുന്നതിന് വേണ്ടി അതിലേക്കാണ് തൻ്റെ ശ്രോതാക്കളെ വായനക്കാരെ അദ്ദേഹം നിരന്തരം ക്ഷണിച്ചുകൊണ്ടിരുന്നത്. തറക്ക അസറൻ ഖബീറൻ ഫിൽ അദബിൽ അറബി, അദ്ദേഹം അറബ് സാഹിത്യത്തിൽ വലിയ ഒരു സ്വാധീനം ശേഷിപ്പുകൾ ബാക്കി വെച്ച് പോയ വ്യക്തിയാണ്. വഖാസത്തൻ ഫിൽ അദബിൽ മഹ്ജരി, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ശേഷിപ്പുകൾ ഉള്ളതൊക്കെയും അത് മഹ്ജർ സാഹിത്യ കൃതിയിലാണ് എന്ന് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് തുടർന്ന് നമുക്ക് ആ കവിതയുടെ ഭാഗം നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.